രക്ഷകൻ ഒന്നേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. എന്നാൽ ആ യേശുക്രിസ്തു നോക്കിയേ കാൽവരി ക്രൂശിലേക്ക് കയറി പോകുകയാണ്. അവരെന്താണ് കഠിനമായിരിക്കുന്ന ചാട്ടവാർ അടിയേറ്റ് തകർക്കപ്പെടുമ്പോൾ ആ 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞു, അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുഖവും കാണിച്ചു കൊടുത്തു, എൻ്റെ മുഖം തുപ്പലിനും നിന്നയ്ക്കും മറച്ചു വെച്ചതുമില്ല. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ അവൻ്റെ മേൽ പിതാവായ ദൈവത്തിൻ്റെ കോടതി ചുമത്തുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് അവൻ അടിയേറ്റ് തകർക്കപ്പെടുകയാണ്. അവൻ്റെ ശരീരത്തിലെ മാംസകഷ്ടങ്ങൾ ചിതറിപ്പോവുകയാണ്. നിനക്ക് വേണ്ടി തന്നെ. അങ്ങനെ അടിയേറ്റ് തകർക്കപ്പെട്ടവൻ എടുപ്പാൻ കഴിയാത്തവണ്ണം ഭാരമേറിയ മരക്കുരിശം തോളിലേറ്റിക്കൊണ്ട് ഗോൽഗോഥ മലമുകളിലേക്ക് പോകുമ്പോൾ അവൻ ചുമന്നു കൊണ്ടുപോയ മരക്കുരിശന്റെ ഭാരം നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ചുമട. പ്രിയപ്പെട്ടവരെ, അയ്യോ നമ്മുടെ അകൃത്യ ഭാരം അവന്റെ മേൽ ചുമത്തപ്പെട്ടു. അയ്യോ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ അടിയേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ ദണ്ഡിക്കപ്പെട്ടുമിരിക്കുന്നു. അങ്ങനെ അടിയേറ്റ് തകർക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തു നിനക്ക് പകരക്കാരനായിട്ട് കാൽവരി ക്രൂശിലേക്ക് കയറി പോകുന്നത് കണ്ടുപോ. അവിടെ 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ തൂങ്ങിക്കിടന്നുകൊണ്ട് അവന്റെ തകർക്കപ്പെട്ട ശരീരത്തിൽ അവൻ നിലവിളിക്കുകയാണ്, എൻ്റെ ദൈവമേ, നീ എന്നെ തള്ളിക്കളഞ്ഞതെന്ത്?